പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇന്നീ കൃപാസനം അൾത്താരയിൽ വന്നു നിന്ന് ഒരു സാക്ഷ്യം പറയാനായി എന്നെ അനുവദിച്ച അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ. ഞാൻ നായത്തോട് അങ്കമാലിയിൽ നിന്ന് വരുന്നു. കവരപ്പറമ്പ് ഇടവാംഗമാണ്. ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 17/2/2024 ഞാൻ ആദ്യം തന്നെ ഈ കൃപാസനത്തിൽ വരാനിടയുണ്ടായത് എൻ്റെ മമ്മിയുടെ കൂടെയാണ്. എൻ്റെ മമ്മിയുടെ കൂടെ എനിക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയതിൻ്റെ ഭാഗമായി നന്ദി പറയാനാണ് ഞാൻ കൃപാസനത്തിൽ വന്നത്. അഡ്മിഷൻ കിട്ടിയതിന് നന്ദി എന്ന് പറയുമ്പോൾ എനിക്ക് +2 ഒട്ടും മാർക്കില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് പാസ്സായ ഒരാളായിരുന്നു. എനിക്ക് നേഴ്സിങ്ങിന് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നേഴ്സിംഗ് പഠിക്കാനാണ് നല്ലത് എന്നും നാട്ടിൽ പഠിച്ചാൽ മതി എന്നായിരുന്നു വീട്ടിൽ പറഞ്ഞത്. അങ്ങനെ എൻ്റെ മാർക്കോടെ നാട്ടിൽ നേഴ്സിന് കിട്ടാമെന്ന് വെച്ചാൽ വളരെ പാടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നാട്ടിൽ തന്നെ മെഡിക്കൽ ട്രസ്റ്റിലാണ് ഞാൻ പഠിച്ചത്. മെഡിക്കൽ ട്രസ്റ്റിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാനും NRI സീറ്റിലാണ് കിട്ടിയതെങ്കിലും അവിടെ ഒരു അഡ്മിഷൻ കിട്ടാമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മാർക്ക് വെച്ചിട്ട്. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ഞാൻ നേഴ്സിങ്ങിന് അവിടെ പഠിക്കാനായിട്ട് തുടങ്ങി. ഞാൻ നേഴ്സിങ്ങിന് പഠിക്കാൻ തുടങ്ങി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല. എന്നേക്കാൾ ഒത്തിരി മാർക്കുള്ള പിള്ളേരാണ് ക്ലാസ്സുകളിൽ ഇരിക്കുന്നത്. എല്ലാ 85-95% മാർക്കുള്ള പിള്ളേരുടെ കൂടെ ഞാൻ പോയിരിക്കുമ്പോൾ എനിക്ക് അവർ പഠിപ്പിക്കുന്നത് എന്നെ ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു ഞാൻ ക്ലാസ്സിലിരുന്നുകൊണ്ടിരുന്നത്. ക്ലാസ്സിൽ ഓരോ ദിവസം ക്ലാസ് കഴിയുന്തോറും എനിക്ക് ബുദ്ധിമുട്ടുകൾ കൂടുക എന്നല്ലാതെ അത് കുറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എക്സാമുകളായി തുടങ്ങിയപ്പോഴും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം വന്നു, എൻ്റെ റിസൾട്ട് വരുന്നു, ഞാൻ തോക്കുന്നു. സെക്കൻഡ് ഇയറിൻ്റെ എക്സാം വരുന്നു, എൻ്റെ റിസൾട്ട് വരുന്നു, ഞാൻ തോക്കുന്നു. അതൊരു പതിവായി തുടങ്ങിയിരുന്നു. ഒരു ജയമില്ലാതെ തോൽവി മാത്രമായിരുന്നു എനിക്ക് മുൻപിലുണ്ടായിരുന്നത്. ഞാൻ ഒരു സബ്ജക്റ്റിന് പോലും തോക്കുന്നു എന്ന് പറയുമ്പോൾ 6 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 6 സബ്ജക്റ്റിന് ഒരുമിച്ചാണ് ഞാൻ തോറ്റുകൊണ്ടിരുന്നത്. ഒരെണ്ണത്തിന് പോലും ജയിക്കില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതിക്കൊണ്ട് ഞങ്ങൾക്ക് നേഴ്സിംഗിനെന്ന് പറയുമ്പോൾ 4th ഇയർ വരെ നമുക്ക് പാസ്സായി പോവും. 4th ഇയറിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യണ സമയമാവുമ്പോൾ 3rd ഇയർ വരെ എല്ലാം പാസ്സായാലേ 4th ഇയറിൻ്റെ എക്സാം നമുക്ക് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. എനിക്ക് സപ്ലികളുടെ എണ്ണം 10, 17, 18ഓളം ആയിക്കൊണ്ടേയിരിക്കണമായിരുന്നു. എനിക്ക് ജയമില്ല, തോൽവി മാത്രം. ഞാൻ അങ്ങനെ ഇരിക്കെ ഇവിടെ വന്ന് മമ്മിയുടെ ഒപ്പം വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. എൻ്റെ 3rd ഇയറിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ എൻ്റെ തലക്ക് കൈ പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. അന്നേരം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മിയുടെ ഉടമ്പടി മാറ്റി മോൾ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അന്നത് കേട്ടെങ്കിലും ഉടമ്പടി എടുത്തില്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. പിന്നീട് എൻ്റെ 3rd ഇയറിൻ്റെ എക്സാം ഞാൻ എഴുതുന്നു, പതിവ് പോലെ ഞാൻ തോക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ 3rd ഇയറിൻ്റെ പിന്നെ അവസാനമായപ്പോഴത്തേക്കും എനിക്ക് ജയിക്കാതെ വേറെ നിവൃത്തിയില്ല. ആ രീതിയിൽ വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടിക്ക് എടുക്കാൻ വേണ്ടി വരുന്നത്. ഞാൻ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ചും കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ടായിരുന്നു. 1-2 സബ്ജക്റ്റുകൾ വെച്ച് ജയിക്കും എന്നല്ലാണ്ട് എനിക്കങ്ങനെ എല്ലാം ജയിക്കുക. പക്ഷെ അതെന്നെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഒന്നും ജയിക്കാത്ത എനിക്ക് ഒരു സബ്ജക്റ്റെങ്കിലും ജയിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ 1-2 സബ്ജക്റ്റുകൾ ജയിക്കാൻ തുടങ്ങി. പിന്നെ 4th ഇയറിൻ്റെ മെയിൻ എക്സാം ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരുടെ ഒപ്പം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് അപ്പോഴും ഫെയിലിയർ ഉള്ള കാരണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത്ഭുതം എന്നുള്ള രീതിയിൽ ആ സമയമായപ്പോഴത്തേക്ക് എനിക്ക് 3-4 സബ്ജക്റ്റും കൂടി ക്ലിയർ ആയാൽ മതി എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 3-4 സബ്ജക്റ്റ് എന്ന് പറയുന്നത് 16-17 സബ്ജക്റ്റിൽ നിന്നാണ് 3-4 സബ്ജക്റ്റിലേക്ക് ഞാൻ എത്തി നിൽക്കണേ. എൻ്റെ 1 വർഷം ഞാൻ ഇരുന്ന് പഠിക്കേണ്ട അവസ്ഥയിലായിരുന്നു. ഞാൻ ആ സമയങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥന അച്ഛൻ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ കൃപാസനത്തിൽ ഉടമ്പടി പ്രകാരമായിരുന്നില്ല. അതിൻ്റെ ആയിരുന്നു എൻ്റെ ഈ ലാഗ് ആയിക്കൊണ്ടിരുന്നതും. എനിക്ക് തന്നെ ഒരു തോന്നൽ വന്നിരുന്നു. എനിക്കങ്ങനെ എൻ്റെ 3rd ഇയറിൻ്റെ വരെ ഫുൾ ക്ലിയറായി. 4th ഇയറിലേക്ക് എനിക്ക് എഴുതാനൊരു അവസരം കിട്ടി. ഞാൻ 4th ഇയറിൽ എഴുതാൻ വേണ്ടി വന്ന ടൈമായപ്പോൾ എനിക്ക് ഒത്തിരി എനിക്കിനി കിട്ടും എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരിക്കാം മനസ്സിൽ. എന്നാലും പഠിച്ചതും ഒന്നും അറിയില്ല, ആ രീതിയിൽ തന്നെയാണ്. അങ്ങനെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച്, പിന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്രയും നാളും പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ലായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ പള്ളിയിൽ തന്നെ ഏത് നേരവും പോയി ബൈബിള് കെട്ടിപ്പിടിച്ച് നടന്ന് കൊന്തയെ കയ്യിൽ പിടിച്ച് നടന്ന്, കാരണം അത്രയും മനസ്സിൽ വിഷമം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്.
അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ അത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചത് ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഉടമ്പടിയിലൂടെ നമ്മൾ പടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ലായിരുന്നു. എന്ന് ഞാൻ ആ ഉടമ്പടി പ്രാർത്ഥന മര്യാദയ്ക്കായി തുടങ്ങിയോ അന്നാണ് എനിക്ക് മര്യാദയ്ക്കുള്ള വിജയം കണ്ടു തുടങ്ങിയത്. എനിക്ക് 4th ഇയറിന് അങ്ങനെ ഞാൻ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തു. 4 സബ്ജക്റ്റായിരുന്നു ഞങ്ങൾക്ക് 4th ഇയറിന്. ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് 3 ജയിക്കും, 1 പോവും, അതായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ നേരെ തിരിച്ചായിരുന്നു. 1 മാത്രം കിട്ടിയിട്ട് 3 പോവുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇവിടെ വന്ന് കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ ഒരുങ്ങി ഞാൻ ധ്യാനത്തിന് പോയി. പിന്നത്തെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണേക്കാളും മുമ്പ് എനിക്കൊരു ധ്യാനം കൂടണം, എനിക്ക് കുമ്പസാരിച്ച് ഒരുങ്ങണം. അത്രയും നാളെ എഴുതിയതിനേക്കാൾ വ്യത്യസ്തമായി ആയിരിക്കണം ഇനി എൻ്റെ എക്സാം. കാരണം ഇനി എനിക്കൊരു അവസരം ഇല്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പുറത്തേക്ക് പോകാനും ജോലിക്ക് കയറാനൊക്കെ തുടങ്ങി. നമ്മളിങ്ങനെ ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതി മനസ്സിന് തന്നെ ഭയങ്കര മടുപ്പ് വന്നു തുടങ്ങി. നിർത്തിപ്പോയാലോ, ഇനി പഠിക്കണോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നു. പക്ഷേ നിർത്തിയാലും വേറെ വകുപ്പില്ലാത്തത് കൊണ്ടും ഇയർ അത്രയും പോയേക്കണത് കൊണ്ടും അതിനകത്ത് തന്നെ നിൽക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിന്നത്. ഞാൻ പഠിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ധ്യാനങ്ങൾ കൂടി. എൻ്റെ എക്സാമിന് മുൻപ് ഞാൻ ധ്യാനം കൂടി ഒരുങ്ങി കുമ്പസാരിച്ച് ആണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത്രയും നാളെ എക്സാം എഴുതിയതിനേക്കാൾ വ്യത്യസ്തമായി. ഞങ്ങൾക്ക് എക്സാം ഹോളിൽ കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. ഒരു റബ്ബർ ബാൻഡ് പോലും പെൻസിലും പേനയുമേ ചെറ്റിയേക്കാണെങ്കിൽ അവർ അതുവരെ പൊട്ടിച്ച് കളയും. അങ്ങനെയാണ് നമ്മൾ എക്സാമിന് കയറ്റുള്ളൂ. അങ്ങനെ ഇരിക്കെ ഉപ്പും കാശുരൂപമൊക്കെ കയറ്റാമെന്ന് വെച്ചാൽ അത് നമുക്ക് ചിന്തിക്കാനൂടി പറ്റില്ല. അത് നഴ്സിംഗ് പഠിച്ച പിള്ളേർക്ക് മനസ്സിലാവും അത് എങ്ങനെയാണെന്നുള്ളത്. ഞാൻ എൻ്റെ പേനയുടെ ഒരു അടപ്പിലായിരുന്നു ഞാൻ ഈ കൃപാസന ഉപ്പ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാനത് കൊണ്ടുപോയി ഞാൻ ആരും കാണാതെ എക്സാമിനിരിക്കുന്ന സമയത്ത് ടീച്ചർമാരെല്ലാവരെയും എന്ന് വെച്ചാൽ അവർ സമ്മതിക്കില്ല അതിന്. നമ്മളെ അപ്പം തന്നെ പുറത്തേക്ക് ഇറക്കും. പിന്നെ അത് എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലാവും. അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ പറയാത്തത് അലൗഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരും കാണാതെ ഒരു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി ആ ഹോളിൽ ഇട്ട് ഞാൻ ഇരിക്കുന്ന ടേബിളുമേ ഉപ്പും വിതറി ഞാൻ അതിൻ്റെ വായയിലിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഇരുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കറിയണ ഒരു ക്വസ്റ്റ്യനും അതിനകത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ ആകെ ഒരു വിശ്വാസമാണ്, മാതാവിനോടുള്ളൊരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ എക്സാം എഴുതിയത്. ആ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞ് വരുമ്പോഴും വീട്ടിലൊക്കെ എത്രയൊക്കെ കുഴപ്പമുണ്ടായില്ല എന്ന് പറയാമെങ്കിൽ എൻ്റെ മനസ്സിൽ 100% ഉറപ്പായിരുന്നു മാതാവ് ഒരു അത്ഭുതം പ്രവർത്തിക്കാതെ ഞാനത് ജയിക്കില്ല എന്നുള്ളത്. ഞാൻ അത്രയും പ്രാർത്ഥിച്ചിരുന്നു. ഒത്തിരി വിഷമത്തോടെ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച വിളി കേൾക്കണം മാതാവായിരുന്നു. മാതാവിൻ്റെ വിളി കേട്ടു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരേണ്ടായി. ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞങ്ങളിവിടെ നമ്മൾ മാതാവിനെയൊക്കെ എടുത്ത് നടന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണ സമയത്ത് ലോട്ടിടുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചായിരുന്നു, മാതാവേ നീ എന്നെ ജയിപ്പിക്കുമെന്നാണ് പറയണേ എങ്കിൽ നീ ആയിരിക്കണം എൻ്റെ കയ്യിൽ എനിക്ക് പിടിക്കാൻ റാലി നടക്കുമ്പോൾ എനിക്ക് കിട്ടണ്ടേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത്രയും നാളൊന്നും ഞാനത് എടുക്കുമ്പോഴൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. ആ തവണ എടുത്തപ്പോൾ എനിക്ക് കൃത്യമായി കിട്ടിയത് മാതാവിനെ തന്നെയായിരുന്നു. അന്ന് എൻ്റെ റിസൾട്ട് വന്നോ ഇല്ലയോ ഒന്നുമില്ല, എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു ഞാൻ ഇനി ജയിക്കും. അതിനി ഞാൻ എഴുതിയേക്കണതിലല്ല, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞാനത് ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഫെബ്രുവരി മാസം അവസാനം എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ അങ്ങനെ ഫൈനൽ ഇയർ ഫുള്ളി പാസ്സായി. അങ്ങനെ എൻ്റെ നേഴ്സിംഗ് ഇത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആഗ്രഹമായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലിൽ കയറണം. എനിക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ ട്രെയിനായിട്ട് കയറണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇത്രയും നാളത്തെ ഇയർ ഗ്യാപ്പും കാര്യങ്ങളും വെച്ച് അതും പോസിബിൾ അല്ലായിരുന്നു. കാരണം അത്രയും ഗ്യാപ്പിലും ട്രെയിനായിട്ട് കയറുമ്പോഴും നമുക്ക് വേറെ ചെറിയ ഹോസ്പിറ്റലുകളിൽ കയറിയിട്ടേ പറ്റുള്ളൂ. പക്ഷെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഉടമ്പടിയിലൊന്നും അത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ മാതാവ് നമ്മുടെ ആഗ്രഹം കാണും എന്ന് പറയുന്നത് മാതിരി എനിക്ക് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞിരിക്കെ എനിക്ക് ഒരു ചെവിക്കൊരു ബുദ്ധിമുട്ട് വേദനകളും വന്നൊരു കുരു പോലെ വന്ന് ഞാൻ എൻ്റെ അങ്കമാലിൽ അവിടെയുള്ള രാജഗിരിയിൽ ഞാനൊരു ഡോക്ടറെ കാണാൻ പോയായിരുന്നു. അന്ന് ആ ഡോക്ടറെ ഞാൻ ഏറ്റവും ആദ്യമായിട്ടാണ് ഞാൻ അവിടെ വെച്ച് കാണുന്നതും പരിചയപ്പെടുന്നതും. മുൻപരിചയം ഒന്നുമില്ലാത്തൊരു ഡോക്ടർ. ആ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, മോൾ എന്താ പഠിച്ചേക്കുന്നത്, എന്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞെങ്കിലും ഇങ്ങനെ എൻ്റെ ഇയർ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളും സപ്ലീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഡോക്ടറിൻ്റെ ചെവിയിലേക്ക് അതൊന്നുമില്ലായിരുന്നു. ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് രാജഗിരി കയറിക്കൂടാ എന്നെൻ്റെ അടുത്ത് ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് എങ്ങനെയാണ് എൻ്റെ ഈ മാർക്കിൻ്റെയും ഈ ഗ്യാപ്പിനെ വെച്ച് എനിക്കത് എങ്ങനെയാണ് പറ്റണേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണത്, അത് പ്രശ്നമല്ല, നമുക്ക് കയറാം. ഡോക്ടർ, എനിക്ക് ഒരു പരിചയമില്ലാത്ത ഡോക്ടർ എനിക്ക് വേണ്ടി വിളിച്ച്
ആലുവ രാജഗിരിയിലേക്ക് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അതിന് മുമ്പൊക്കെ ഞാൻ ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അതൊന്നും കാണുകയും എന്നെ വിളിക്കുകയും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഡോക്ടർ എനിക്ക് വേണ്ടി സംസാരിക്കുകയും അവിടെ നിന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ചു, മോളെ നാളെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാനിങ്ങനെ പിന്നെന്താ, നമ്മൾക്ക് ഇപ്പോൾ ചേരണമെങ്കിൽ ഇപ്പോൾ ചെല്ലാം, ആ രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. എനിക്കത് ഒത്തിരി സന്തോഷമായി. എന്നെ എടുത്തു. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾക്ക് കുറേ ചോദ്യങ്ങൾ വരാം, ആൻസറുകൾ എഴുതാനുണ്ടാവും. ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ഇതൊന്നും എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു. എൻ്റെ കൂടെ പഠിച്ച പിള്ളേരെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ട അവരോടൊക്കെ ചോദിച്ചെങ്കിലും അവർക്കൊന്നും അറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്നൊന്നും. ഞാൻ ചെല്ലുന്നു. ഞാൻ അവിടെയും കൃപാസന മാതാവിൻ്റെ ഉപ്പും കൊണ്ടുപോകുന്നു, അവിടെയും വിതറുന്നു. ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ശതമാനം ചൊല്ലിയിട്ടാണോ എല്ലായിടത്തും ഇടുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെല്ലണു. എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് അറിയാവുന്ന ഭയങ്കര ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഞങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിരുന്നത്. അത് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാനും അത് കൊടുക്കാനും. അത് കഴിഞ്ഞ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ വരുന്ന സമയത്ത് സാധാരണ നമ്മൾക്ക് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ഇയർ ഗ്യാപ്പിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ചോദിക്കും. ഇവിടെ ഒന്നും ചോദിക്കണില്ല എൻ്റെ അടുത്ത്. മോൾ എവിടെയാണ് പഠിച്ചതെന്നും പഠിച്ച സമയത്തുള്ള എക്സ്പീരിയൻസിന് മാത്രമല്ലാണ്ട് വേറെ ഒന്നിനെയും പറ്റി എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നില്ല. കഴിഞ്ഞു ഒരു ഞങ്ങളെല്ലാം കഴിഞ്ഞൊരു ഹോളിൽ വന്നിരിക്കുമ്പോൾ ഒത്തിരി ഒരു ഹോള് നിറയെ പിള്ളേരുണ്ടായാൽ അതിലൊരു പകുതിയിൽ 4 പിള്ളേരെ ആയിരിക്കും സെലക്ട് ആയിട്ടുള്ളൂ. അതിനകത്ത് ഞാനും സെലക്റ്റഡ് ആയി എന്ന് അവർ പറഞ്ഞു. ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചിരുന്നു. കാരണം എങ്ങനെ എനിക്കിവിടെ കിട്ടും ആ രീതിയിലായിരുന്നു. അത് ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷനായിരുന്നു അവിടെ മെയിനായിട്ട് നിന്നൊരു കാര്യം. എനിക്ക് വേണ്ടി ഡോക്ടർ സംസാരിക്കാനും വേണ്ടി അവിടെ വന്നത്. അത് കഴിഞ്ഞ് എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നത് 7-ാം തീയതി ആയിരുന്നു. മെയ് 7-ാം തീയതി ആയിരുന്നു എൻ്റെ ജോയിനിങ് ഡേറ്റ് വന്നത്. പക്ഷെ ഞാനന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൂടെ എനിക്ക് ഭയങ്കരമായ പനി, ബുദ്ധിമുട്ടുകൾ വന്ന് എനിക്കന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് കയറണ്ട മോൾ, അടുത്ത മാസം കയറിയാൽ മതി എന്ന്. പക്ഷെ അവിടേക്ക് അടുത്ത മാസം കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് കിട്ടണമെന്നില്ല. കാരണം ഒത്തിരി പിള്ളേർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് വീട്ടിലേക്ക് വരിക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോന്നു. ഞാനപ്പോൾ ഈ ഡോക്ടറിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, മോള് പേടിക്കണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും കയറുമെന്ന്. നമുക്ക് ആ ഡോക്ടറിലുള്ള വിശ്വാസം മാത്രമാണ്. പക്ഷേ എനിക്ക് മുമ്പേ എന്നേക്കാൾ കൂടുതൽ കാര്യമായി എല്ലാം ചോദിച്ചുകൊണ്ടിരുന്ന ആ ഡോക്ടർ വിളിച്ച് അവിടെ സംസാരിക്കുകയും എനിക്ക് ഈ പ്രാവശ്യം ഇനിയിപ്പോൾ എനിക്ക് ജോയിനിങ് ഡേറ്റ് വന്നേക്കുന്നത് 4-ാം തീയതിയാണ്. നാളത്തെ കഴിഞ്ഞാണ് എൻ്റെ ജോയിനിങ് ഡേറ്റ്. എനിക്കവിടെ എന്നെ വിളിക്കുകയും ഇപ്പോൾ പുതിയ ബാച്ച് കയറണയിൽ എൻ്റെ അടുത്ത് മോളന്ന് കഴിഞ്ഞ് പോയതല്ലേ, മോളെ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ച് എനിക്കിങ്ങനെ അവസാനം ജോലിക്ക് കിട്ടിയേക്കാണ്. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് രാജഗിരിയിൽ കയറാണ്. എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്തൊരു ഡോക്ടർ എനിക്ക് വേണ്ടി സംസാരിക്കാമെന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം മാതാവ് തന്നെയാണ് അവിടെ ഡോക്ടറിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. കാരണം പരിചയമില്ലാത്ത ഡോക്ടറിന് ഒരാളെയും പറ്റിയും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ മാതാവാണ് ഇടപെട്ടേക്കുന്നത്, മാതാവാണ് എനിക്ക് വേണ്ടി സംസാരിച്ചേക്കുന്നത് മൊത്തം. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടുന്ന കൃപാസനം പത്രം എല്ലായിടത്തും കൊണ്ടുപോയി കൊടുക്കലായിരുന്നു. ഏറ്റവും അധികം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഇവിടുന്ന് അച്ഛൻ പറയണ മാതിരി നമ്മൾക്ക് കൊടുക്കുമ്പോഴുള്ളൊരു മടി, ആരെങ്കിലും നമ്മുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം തോന്നുക അവരോട്, ഒരു തരം ഇതൊക്കെയായിരുന്നു. നല്ലൊരു മടിച്ചൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അവസാനം ആയപ്പോഴത്തേക്ക് അങ്ങനെ അല്ലായിരുന്നു. അതൊക്കെ മാറി. എനിക്ക് ആരെന്ത് ചോദിച്ചാലും ഒരു പ്രശ്നമില്ല, ആ രീതിയിലായിരുന്നു. ഞാൻ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുത്തു, വീടുകളിലൊക്കെ കൊണ്ടുപോയി, അങ്ങനെയാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വൃദ്ധസ്ഥാനത്തിൽ ഞങ്ങൾ പോയിട്ട് ഞാനും മമ്മിയുടെ ആൻറ്റിയൊക്കെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ പോയി അവർക്ക് കുളിപ്പിക്കാനും അവർക്ക് മറ്റു കാര്യങ്ങളും ചെയ്തു കൊടുക്കാനാണ് ചെയ്തിരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39-ാം അധ്യായം 33-ാം തിരുവചനം. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. മെർലിൻ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം വളരെ ശക്തമായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉടമ്പടി എലമെൻ്റായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഈ മകൾക്ക് ഇന്ന് വലിയ ഒരു വിജയം അല്ലെങ്കിൽ വലിയ ഒരു സാധ്യത നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. +2 മാർക്കില്ലാതെ മകൾ നഴ്സിംഗ് ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം നടക്കുവാൻ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായുള്ളൂ. മെർലിൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ സൗകര്യപൂർവ്വം പ്രാർത്ഥിച്ചു പോവുകയായിരുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിൽ ഒരു പുതിയ മെസ്സേജ് മകൾക്ക് കിട്ടിയത്. മെർലിൻ തന്നെ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അല്പമേ ഉഴപ്പിയപ്പോഴാണ് മകൾക്ക് മനസ്സിലായത് ഉടമ്പടി ഉഴപ്പിയാൽ
ഉടമ്പടി കൃത്യമായി വിശ്വസ്തയോടെ പാലിച്ചില്ലെങ്കിൽ എനിക്ക് ഈശോയോടുള്ള വിശ്വസ്തത കുറഞ്ഞു പോകും, എനിക്ക് ആ ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുകയില്ല എന്ന് മെർലിന് മനസ്സിലായപ്പോഴാണ് ഉടമ്പടി ശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. അടിക്കടിയുള്ള തോൽവി ഈ മകൾക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഉടമ്പടിയിലുള്ള അവിശ്വസ്തത മൂലമാണ് എനിക്കുള്ള തകരാറുകൾ വരുന്നതെന്ന്. മകളുടെ ലാസ്റ്റ് എക്സാമിലുള്ള പരീക്ഷയിൽ മകൾ ഏറ്റുപറയുന്നുണ്ട്, എന്നെല്ലാം ക്ലിയർ ചെയ്ത് നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും കാശുരൂപത്തിൻ്റെ ശക്തിയെല്ലാം എനിക്ക് മനസ്സിലായത് ഉടമ്പടി എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് ഉടമ്പടി നന്നായി ജീവിച്ചു തുടങ്ങിയപ്പോഴാണ്. താൻ ആഗ്രഹിച്ച ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ, ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കുവാനും അതിനുവേണ്ടി പരിശുദ്ധ അമ്മ കടന്നുപോയ വഴികളെക്കുറിച്ചെല്ലാം ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു. ഒരു അപരിചിതനായ ഡോക്ടർ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പറയുകയും തനിക്ക് വീണ്ടും അസാധ്യതകൾ വന്നപ്പോൾ വീണ്ടും റെക്കമെൻഡ് ചെയ്യുകയും, ഇതെല്ലാം പരിശുദ്ധ അമ്മ നടന്നു പോകുന്ന വഴികളാണ്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വളരെ ശക്തമായി അനുഭവിക്കാൻ, സാമീപ്യവും സമയച്ചുരുക്കവും എല്ലാം മകൾക്ക് കൃത്യമായി അനുഭവിക്കുവാനും, എൻ്റെ യോഗ്യത കൊണ്ടല്ല കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു നല്ല ഹോസ്പിറ്റലിൽ, ആഗ്രഹിച്ച ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് കൂടാതെ വലിയ കാഠിന്യമില്ലാത്ത ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെല്ലാം മകൾക്ക് കയറി ചെല്ലാനുള്ള വലിയ സാധ്യതകൾ ഇന്ന് മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതൊരു ഭൗതിക ആവശ്യമാണെങ്കിലും ഈ ഭൗതിക ആവശ്യത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് ഒരു ആധ്യാത്മികമായ ഉന്നതിയാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു പ്രേരണയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ഉടമ്പടി ഉടൻ ആകണമെങ്കിൽ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് തന്നെയാണ് ഇന്ന് മെർലിൻ ഈ സാക്ഷ്യത്തിലൂടെ ഏറ്റുപറയുന്നത്. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചത്. ഇന്ന് ഓരോരുത്തരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ മെർലിനെ പോലെ ദൈവാനുഭവവും ദൈവസ്നേഹവും വിശ്വാസപ്രയോഗവും വിശ്വാസ ജീവിതവും എല്ലാം കൂടിച്ചേരുമ്പോഴാണ് അവർക്ക് നിത്യത എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി സാക്ഷ്യങ്ങളിലൂടെ ക്രിസ്തുവിനെ ഏറ്റുപറയാൻ, ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റവും ആത്മധൈര്യവും അഭിഷേകവും എല്ലാം ലഭിക്കുന്നത്. നഴ്സിംഗ് ഫീൽഡിലായിരിക്കുന്ന എല്ലാ മക്കളെയും, അതുപോലെ തന്നെ പരീക്ഷാ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും, പരീക്ഷയിൽ തോറ്റുപോകുന്ന മക്കളെയും, സപ്ലിയാൽ വളരെ സങ്കടപ്പെടുന്ന മക്കളുടെ എല്ലാം നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മെർലിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.